ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കട്ട് പീസ് കൊണ്ട് ഒരു പിനാഫോർ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. അതായത് ഈ പിനാഫോർ ഏകദേശം കണ്ടാൽ പ്രിൻസസ് കട്ട് പോലെ തോന്നിക്കും, എന്നാൽ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലുള്ള ഒരു കട്ടിംഗ് ആണ്. പ്രിൻസസ് കട്ടിൻ്റെ ശരിയായ കട്ടിങ് ഇൻഷാല്ലാ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 വയസ്സുള്ള കുട്ടീൻ്റെ ഒരു അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇതിൻ്റെ അളവുകൾ എടുക്കാം. അപ്പോൾ ആദ്യം ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് പറയുമ്പോൾ ഈ പിനാഫോർ ഏകദേശം ഒരു മുട്ടിൻ്റെ കുറച്ച് താഴെ വരെയാണ്. അതിൻ്റെ കൂടെ പിന്നെ അത് സ്റ്റിച്ചിങ്ങിന് അരയിഞ്ച് കൂട്ടുക, താഴെ മടക്കി അടിക്കാൻ 1.5 ഇഞ്ച്. പിന്നെ ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ് ഇതിൻ്റെയൊക്കെ വിടുത്തുകൾ നമ്മൾ ആ കിട്ടുന്ന അളവിൻ്റെ അതിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഷോൾഡറിന് 1.5 ഇഞ്ച് തന്നെ സാധാരണ പോലെ കൂട്ടിയാൽ മതി. പക്ഷേ ചെസ്റ്റും വേസ്റ്റും 2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതുപോലെ ലോവർ വിഡ്ത്തിലും 2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് കൂട്ടണം. കാരണം നമുക്കിത് ഇടയ്ക്കൊരു കട്ടിങ് കൂടി വരുന്നതുകൊണ്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് 2 ഇഞ്ച് കൂട്ടുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഞാൻ ചുരിദാർ ടോപ്പിൻ്റെ ഗ്രാഫ് വിശദമായി പറഞ്ഞ ഗ്രാഫ് നിങ്ങൾ കാണണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതാണ്, അപ്പോൾ അതും കൂടി കാണണം. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് ലോവർ വിഡ്ത്തിനനുസരിച്ചാണ് നമ്മൾ തുണി 4ആയിട്ട് മടക്കേണ്ടത്. ഇപ്പം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ചാണ് ഞാൻ ഗ്രാഫ് വരക്കുന്നതും കട്ട് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. 4ആയിട്ട് മടക്കിയിട്ട് അതിനനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ പിന്നെ അപ്പോൾ ഈ ലോവർ വിഡ്ത്തിനനുസരിച്ച്, അതായത് ഏറ്റവും കൂടുതൽ വീതിയുള്ള ഏതാണോ വിഡ്ത്തിൽ അതിനനുസരിച്ചാണ് തുണി മടക്കേണ്ടത്. അതിന് ശേഷം രണ്ടാമതായിട്ട് ലെങ്ത്ത് എടുക്കണം. പിന്നെ ഷോൾഡർ എടുക്കുക. ഷോൾഡറിന് ശേഷം പിന്നെ നമ്മൾ ചെസ്റ്റ് ലൈൻ എടുത്തതിന് ശേഷമാണ് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിലിടാം. അതിൻ്റെ വിശദമായ ഗ്രാഫിൻ്റെ പിന്നെ ഏതാണ് ട്യൂട്ടോറിയൽ എന്നുള്ളത് കാണിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇനി തുണി 4ആയിട്ട് മടക്കാം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ച് താഴോട്ട് എഴുതിയിട്ട് പിന്നെ നമ്മളെ ലോവർ വിഡ്ത്തിനനുസരിച്ച് 4ആയി മടക്കിയ ഗ്രാഫ് വരക്കാം. അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് എത്രയാണ് 4.5 ഷോൾഡർ, അത് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ചെസ്റ്റ് ലൈൻ എടുക്കുക. നാലാമതായിട്ട് ചെസ്റ്റ് ലൈനാണ് എടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് ലൈൻ എടുക്കുമ്പോൾ ഈ സാധാരണ നമ്മൾ ഷോൾഡറിൻ്റെ അതേ അളവാണ് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് കുറച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ 1/2 ഇഞ്ചാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഷോൾഡറിന് നേരെ ചെസ്റ്റ് ലൈനിലേക്ക് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുക, നമുക്ക് കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ വേസ്റ്റ് ലൈൻ എടുക്കുക. വേസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഫുൾ ഷോൾഡർ പ്ലസ് ഹാഫാണ്. അപ്പോൾ അത് വേസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് ഫസ്റ്റ് വരച്ചു കൊടുക്കുക. കാരണം ഏത് നെക്കായാലും ഏത് ഷേപ്പായാലും നമ്മൾ ബോക്സ് ആക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഷേപ്പ് വരക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ നെക്കാണ് വരക്കുന്നുള്ളത്. ബോക്സാക്കി വരക്കുക. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും രണ്ടും ഇവിടെ തന്നെ വരച്ചിട്ടുണ്ട്. അത് ചെറിയ വ്യത്യാസത്തിലാണ് വരച്ചിട്ടുള്ളത്. ഇനി ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു ചെസ്റ്റ് ലൈനിൽ. അതിന് ശേഷം വേസ്റ്റിൻ്റെ വിഡ്ത്ത് വേസ്റ്റ് ലൈനിലും മാർക്ക് ചെയ്ത്. അപ്പോൾ ഇനി താഴെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ തുണി കട്ട് ചെയ്യുമ്പോൾ വിശദമായി പറഞ്ഞുതരാം. അതിന് ശേഷം ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് ചെരിച്ച് കൊടുക്കുക. നമ്മളെ ബോഡി അങ്ങനെയാണ്. പിന്നെ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക, ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തും. അതിന് ശേഷം ആ വേസ്റ്റിൻ്റെ വിഡ്ത്തിൽ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് അവിടം വരേക്ക് താഴേക്ക് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈക്കുഴി വരക്കാം. അതായത് ഷോൾഡറിൽ നിന്ന് ചെസ്റ്റ് ലൈനിലേക്ക് നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കൈക്കുഴി വരച്ചു കൊടുക്കുക. അപ്പോൾ ചെസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ചിലേക്കാണ് വരക്കേണ്ടത്. ഇനി നമുക്ക് കഴുത്ത് ഇങ്ങനെ മലർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചൊന്ന് അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്കൊന്ന് വരച്ചു കൊടുക്കണം. അതായത് ഇങ്ങനെ തന്നെ വരച്ചാൽ സ്ക്വയർ ആണെങ്കിലും കഴുത്ത് മലർന്നു പോകും. അപ്പോൾ ഒന്ന് ഒതുക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ഈ കൈക്കുഴി വരക്കാൻ വേണ്ടി മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഒരു മാർക്ക് കൂടി കൊടുക്കുക.
അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് താഴെ നമുക്ക് ഈ പ്രിൻസസ് കട്ട് പോലെ തോന്നിക്കുന്ന കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേ അളവ് തന്നെ അതിപ്പോൾ എത്രയാണോ നമ്മൾ ആ താഴോട്ട് എടുത്തത് അതേ അളവ് തന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്തിലും എടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ലോവർ വിഡ്ത്തിൻ്റെ അവിടെയും അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് ഈ ലൈനിന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ ക്രോസ് ലൈൻ അല്ലാതെ ഒന്ന് ഷേപ്പാക്കി വരക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആർക്ക് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊരു അതിൻ്റെ ഒരു സെൻറ്ററിലൊരു ഹാഫ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് വരുമ്പോൾ നമ്മൾ ശരിക്കുള്ള നമുക്ക് കണ്ടാൽ പ്രിൻസസ് കട്ട് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഇതായി കിട്ടും. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ബെൽറ്റും കൂടി ഉണ്ട്. ആ ബെൽറ്റിൻ്റെ ഗ്രാഫും കൂടി ഇതിൽ തന്നെ വരച്ച് കാണിക്കാം. ഈ ബെൽറ്റ് പിന്നെ നമ്മളെ വീതി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എങ്കിലും ഇപ്പം ഞാനൊരു 3 ഇഞ്ച് വീതിയും 20 ഇഞ്ച് പിന്നെ ഒരു 19 ഇഞ്ച് ഇറക്കമായിട്ടുള്ള ആണ് വരക്കുന്നത്. അത് 4ആയിട്ട് മടക്കാം. അങ്ങനെ മടക്കിയാൽ 2 ബെൽറ്റ് ഒന്നിച്ച് കിട്ടും. അല്ലെങ്കിൽ 2ആയിട്ട് മടക്കിയിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്താലും മതി. എന്നിട്ട് ഇതിനെ അതായത് ഇതിൻ്റെ ഓപ്പൺ സൈഡിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കാം. അത് ആ ഒരു മാർക്ക് 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. മീതെ ഒരു പകുതി നമ്മളെടുത്ത അളവിൻ്റെ ഒരു പകുതി എടുക്കാം. 3 ഇഞ്ച് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ 1.5 എടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് ഈ 2 ഇഞ്ചിലേക്ക് വരച്ചു കൊടുക്കാം. ഈ 2 ഇഞ്ച് താഴേക്ക് ഒരു കോണായിട്ട് വരച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ എടുത്താൽ ഇപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ നീളം വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. കാരണം കുട്ടികളെ വലിപ്പത്തിനനുസരിച്ചാണ്. ഇതിപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ചെറിയൊരു ബെൽറ്റാണ് ഞാൻ ആക്കുന്നുള്ളത്. അതായത് ഈ ഓപ്പൺ സൈഡിലാണ് ഈ വരക്കേണ്ടതൊക്കെ. മറ്റേ മടക്കിയ ഭാഗം ഒന്നും ചെയ്യാൻ പാടില്ല. അത് നമുക്ക് 4ആയിട്ട് മടക്കിയാലും ഒറ്റ കട്ടിങ്ങിൽ തന്നെ 2 ബെൽറ്റും കിട്ടും. 2ആയിട്ടാണ് മടക്കുന്നതെങ്കിൽ 2 പ്രാവശ്യം 2 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് ഒന്ന് വരച്ച് പഠിച്ച് വെക്കുക.